നമസ്കാരം. ന്യൂസ് ട്രെൻഡ്സ് ആരംഭിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. കഴിഞ്ഞ ദിവസം റാഗിങ്ങിന് വിധേയമായി കൊല ചെയ്യപ്പെട്ട ഒരു വിദ്യാർത്ഥിയുടെ അച്ഛൻ്റെ പ്രതികരണം നമ്മൾ കേട്ടു. ക്രൂരമായ കൊലപാതകത്തിന് മുമ്പ് അല്പം കുടിവെള്ളമെങ്കിലും കൊടുത്തുകൂടെ എന്ന ദയനീയമായ ചോദ്യമാണ് ആ പിതാവിൽ നിന്നുമുണ്ടായത്. വയനാട് പൂക്കോട് സംഭവിച്ച ഈ ദാരുണ സംഭവത്തിൽ അച്ഛൻ നെടുമങ്ങാട് സ്വദേശിയുടേതായിരുന്നു ഈ പ്രതികരണം. ഇത്തരം ദാരുണമായ സംഭവങ്ങൾ നമ്മുടെ ക്യാമ്പസുകളിൽ ആവർത്തിക്കപ്പെടുമ്പോൾ നമുക്ക് എന്തു ചെയ്യാൻ കഴിയും? വിദ്യാർത്ഥി സംഘടനകളുടേതാണോ വീഴ്ചകൾ? സർക്കാർ സംവിധാനങ്ങളുടേതാണോ? കോളേജ് മാനേജ്മെൻറ്റുകളുടേതാണോ? നിരവധി ചോദ്യമാണ് നമുക്ക് മുന്നിൽ ഉയരുന്നത്. എന്താണ് ഇതിൻ്റെ വസ്തുത? നമ്മൾ വിശദമായി പരിശോധിക്കുകയാണ്. ന്യൂസ് ട്രെൻഡ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ പോലീസ് അന്വേഷണം ഇഴയുകയാണ്. പ്രതികളായ 8 പേർ ഇപ്പോഴും ഒളിവിലാണ്. ഇന്നലെ അറസ്റ്റിലായ SFI യൂണിറ്റ് സെക്രട്ടറി അമൽ ഹിക്സാൻ, കോളേജ് യൂണിയൻ പ്രസിഡന്റ് K അരുൺ, K അഖിൽ എന്നിവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കേസിൽ ആദ്യം അറസ്റ്റിലായ 6 പേരെ സർവകലാശാലയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. മർദ്ദന വിവരം അറിയാൻ വൈകിയതിൽ സർവകലാശാല രജിസ്ട്രാർ ഡീനോട് വിശദീകരണം തേടിയിട്ടുമുണ്ട്. ഇതിനിടയിൽ നിർണായകമാവുന്നത് മരണപ്പെട്ട സിദ്ധാർത്ഥിന്റെ അമ്മയുടെ പ്രതികരണമാണ്. ഈ കൊലപാതകത്തിൽ പ്രതികളെ പിടികൂടാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണെന്ന് സിദ്ധാർത്ഥിന്റെ അമ്മ പ്രതികരിച്ചു. നിയമ പോരാട്ടം തുടരും. നിലവിൽ പിടികൂടിയവർ മാത്രമല്ല, കേസിൽ ഇനിയും പ്രതികളെ പിടികൂടാനുണ്ടെന്നും സിദ്ധാർത്ഥിന്റെ അമ്മ ന്യൂസ് 18നോട് പറഞ്ഞു. അതിപ്പോൾ തൃപ്തി അല്ലെങ്കിൽ ഞങ്ങൾ എവിടം വരെ വേണമെങ്കിലും പോകാൻ തയ്യാറാണ്. വന്നുകൊണ്ടിരിക്കുകയല്ലേ, അവരുടേതായ അന്വേഷണം നടക്കട്ടെ. ഞങ്ങൾക്കിപ്പോൾ അതിലിപ്പോൾ ആയി വന്നിട്ടുള്ളവരല്ല, ഇതിനേക്കാളും കൂടുതൽ പേര് അതിനകത്തുണ്ട്. അവരെ കൂടെ പുറത്ത് കൊണ്ടുവരണം. അതിനകത്ത് വേറെ ഒന്നും ഇത്രയും ഒരു 1.25 വർഷം കൊണ്ട് അവിടെ വേറൊരു പ്രോബ്ലമായി ഉണ്ടാക്കിയതായിട്ടോ ഒന്നും അറിയില്ല. ഇൻട്രസ്റ്റോടെ പഠിക്കുന്നുണ്ട്, അത് പഠിച്ച് തീർത്തിട്ട് ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും അവനായിട്ടവിടെ ഒരു സംഭവം ഉണ്ടാക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. സൂയിസൈഡ് ചെയ്യാൻ അവന് കഴിയും. ഇതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ നടന്നിരിക്കുന്നു, അതൊന്നും അറിയണമല്ലോ. ആ അമ്മയുടെ പ്രതികരണം നോക്കൂ, എത്ര വൈകാരികമാണ്. ഇനിയും പ്രതികളെ കസ്റ്റഡിയിൽ കിട്ടാനുണ്ട്. ആ പ്രതികളെ മുന്നിൽ കൊണ്ടുവരുന്നത് വരെ ഏതറ്റം വരെയും നിയമ പോരാട്ടത്തിനും മറ്റ് നീക്കങ്ങൾക്കും തയ്യാറാണ് എന്നതാണ് ആ അമ്മ പ്രതികരിക്കുന്നത്. ഇതിനിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ഇന്ന് നെടുമങ്ങാട്ട് ആ കുടുംബത്തെ സന്ദർശിക്കാൻ പോകുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. അതിനു മുമ്പായി ഈ കേസിൽ വിദഗ്ധ അന്വേഷണം, പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് മുഖ്യമന്ത്രിയും ഇടപെട്ടിട്ടുണ്ട്. കാരണം സർക്കാരിനെ സംബന്ധിച്ച് അങ്ങേയറ്റം രാഷ്ട്രീയമായി പ്രതിസന്ധിയിലാവുന്ന ഒരു സംഭവം കൂടിയായി ഇത് മാറുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലമാണ്. അതുകൊണ്ടുകൂടി സർക്കാർ ആ തരത്തിൽ പെട്ടെന്നൊരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. സംസ്ഥാന പോലീസ് മേധാവിയോട് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ മുഖ്യമന്ത്രി ഇന്നലെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വേഗത്തിൽ ആ നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. നമുക്കിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ജിൻസ് ചേരുന്നു വയനാട്ടിൽ നിന്നും. ഒപ്പം VV അരുണിലേക്കും നമുക്ക് വരാം. ആദ്യം ജിൻസിലേക്ക്. ജിൻസ്, ഈ വിഷയത്തിൽ പോലീസിന്റെ അന്വേഷണം ഇഴയുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഒരു പൊതുചിത്രം. കാരണം 8 പേർ ഇപ്പോഴും കാണാമറയത്താണ്. അവരെ കൂടി പിടികിട്ടാനുണ്ട്. ഇന്നലെ 3 പേർ കീഴടങ്ങി എന്നുള്ള വസ്തുത തന്നെയാണ്. അതിനപ്പുറം 8 പേർ ഇപ്പോഴും ചിത്രത്തിലേക്ക് വരാനുണ്ട്. എന്ത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഇടപെടൽ അടക്കം ഇന്നത്തെ ദിവസം നമുക്ക് പ്രതീക്ഷിക്കാമോ? തീർച്ചയായും സജിത്ത്, ഈ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം നേരത്തെ ആരോപണം ഉന്നയിച്ചത് ഈ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു പോലീസ് സ്വീകരിച്ചത് എന്നുള്ളതായിരുന്നു. എന്തായാലും നിലവിൽ 10 പ്രതികളാണ് പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. 8 പേരെയാണ് പിടികൂടാനുള്ളത്. ഇന്നലെ രാത്രിയിലായിരുന്നു ഇതിൽ പ്രതികളായിട്ടുണ്ടായിരുന്ന അരുണും അതുപോലെ തന്നെ അമലും കീഴടങ്ങിയത്. അതിനുശേഷം മറ്റൊരാൾ കൂടി ഈ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് 3 പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതേസമയം തന്നെ ഈ സംഭവത്തിൽ ഒളിവിൽ പോയ 12 പ്രതികളിൽ 4 പേരെയായിരുന്നു ഇന്നലെ പിടികൂടിയത്. അതിൽ അഖിൽ എന്ന് പറയുന്ന പാലക്കാട് സ്വദേശിയും ബന്ധുവീട്ടിൽ നിന്നായിരുന്നു ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. എന്തായാലും നിലവിൽ
ഈ പ്രതികളെ ബാക്കിയുള്ള പ്രതികളെ കൂടി പിടികൂടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയരുന്നത്. പ്രധാനമായും ഉന്നയിക്കുന്നത് ഈ പ്രതികൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും മുഴുവൻ പ്രതികളെയും പിടികൂടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിലവിൽ ഈ SFI ഇതര വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധവും അതുപോലെ തന്നെ സമരങ്ങളും നടക്കുന്നത്. ഇന്ന് KSയുടെയും അതുപോലെ തന്നെ MSFന്റെയും നേതൃത്വത്തിൽ ഇപ്പോൾ ഇന്ന് സമരം നടത്തുന്നുണ്ട്. അതേസമയം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും അരങ്ങേറുന്ന ഒരു കാഴ്ചയാണ് വയനാട്ടിൽ നിന്നും കാണുന്നത്. ജിൻസ്, ഈ പ്രതിഷേധങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികളുടെ റാഗിംഗ് നടപടി ഇത് സംസ്ഥാനത്ത് ഒന്നും രണ്ടുമല്ല നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിദ്യാർത്ഥി സംഘടനകൾക്ക് എങ്ങനെ ഇങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുന്നു? ഇതിന്റെ ഉത്തരവാദിത്തം ആരെന്ന നിരവധി ചോദ്യങ്ങളുണ്ട്. രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഈ വിഷയത്തിൽ വയനാട്ടിൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? കാരണം ഇന്ന് ടി സിദ്ദിഖിനെ പോലെയുള്ളവർ മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കാൻ കോൺഗ്രസ് ഒക്കെ വലിയ സമരമായി ഏറ്റെടുക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് നമുക്ക് മുന്നിലുള്ള പശ്ചാത്തലം. ഈ ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയപരമായി ഇത് വയനാട്ടിൽ എങ്ങനെ ഏതു തരത്തിലുള്ള ഇടപെടലിനാണ് വഴിയൊരുക്കിയിരിക്കുന്നത്? തീർച്ചയായും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പോട് അനുബന്ധിച്ച് തന്നെ ഇത് രാഷ്ട്രീയമായി തന്നെയാണ് എല്ലാ പാർട്ടികളും ഇടപെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ SFI ഇതര സംഘടന അടക്കം ഈ പ്രതിഷേധ രംഗത്തേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ച വയനാട്ടിൽ കാണുന്നത്. കഴിഞ്ഞ ദിവസം SFIയുടെ ജില്ലാ നേതൃത്വം പറഞ്ഞത് വെറും 4 പ്രവർത്തകർ മാത്രമാണ് ഈ സംഭവത്തിൽ പ്രതികളായിട്ടുള്ളത്. ഈ സംഘടനയിൽ നിന്നും ഇവരെ പുറത്താക്കി എന്നുള്ള വിവരമായിരുന്നു നേരത്തെ നൽകിയത്. അതേസമയം തന്നെ ഈ അറസ്റ്റിലായവരും പിടികൂടുള്ളവരും തന്നെ SFIയുടെ നേതാക്കളും അതുപോലെ തന്നെ പ്രവർത്തകരുമാണ്. അക്കാര്യം ഈ SFIയുടെ വാദം പൊളിയുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഈ പൊതുവിൽ ഈ ഇടതു കേന്ദ്രങ്ങൾ ഇടതുപക്ഷവുമായി ചേർന്ന് സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരൊക്കെ ഈ സംഭവത്തെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. SFIക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വെറുതെ ഒരു നേതൃത്വം ആളുകളെ പുറത്താക്കി എന്ന പ്രഖ്യാപനത്തിനപ്പുറത്തേക്ക് ഈ വിഷയം ഇനിയും മറ്റു ക്യാമ്പസുകളിലെങ്കിലും ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത കാട്ടണം, ഇടപെടലുണ്ടാവും. അങ്ങനെ കടുത്ത വിമർശനം ഇടതു കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നുണ്ട്. ആ തരത്തിൽ SFIയുടെ ഒക്കെ ഒരു നിലപാട് എന്തുകൊണ്ടാണ് അങ്ങനെ ആ ക്യാമ്പസിൽ ഇതുവരെയും ഉയർന്നു വരാത്തത്? എന്തായാലും SFIക്ക് നേരെ വലിയ രീതിയിലുള്ള രൂക്ഷ ഒരു വിമർശനവും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമാണ് വയനാട്ടിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ള സംഘടനകളടക്കം ഈ സംഭവത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. SFI ഈ പ്രതിഷേധത്തിലേക്ക് കടന്നു വരാത്തത് തന്നെ മുഴുവൻ പ്രവർത്തകരും SFI ആയതുകൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ സമരവുമായി ആളുകൾ മറ്റുള്ള വിദ്യാർത്ഥി സംഘടനകൾ രംഗത്തിറങ്ങുന്ന ഒരു സ്ഥിതി ഉള്ളത്. എന്തായാലും നിലവിൽ ഈ കോളേജിന് കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സംഭവം അറിഞ്ഞില്ല എന്നുള്ള വിശദീകരണമാണ് കോളേജ് ഡീൻ ഡോക്ടർ K നാരായണൻ അറിയിച്ചിട്ടുള്ളത്. ഈ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ കുറ്റക്കാർക്കെതിരെ നടപടി എടുത്തു എന്നൊക്കെ പറയുമ്പോഴും ഈ സംഭവത്തിൽ ഈ സിദ്ധാർത്ഥ മരണപ്പെട്ട് അത് കഴിഞ്ഞ് 4 ദിവസം പിന്നിട്ടപ്പോഴാണ് ഈ 12 പേരെ സസ്പെൻഡ് ചെയ്തത്. അതിനുശേഷം വീണ്ടും അറസ്റ്റ് ഉണ്ടായിരുന്നു. 6 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. അവരെ കൂടി ഇന്നാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം കോളേജ് അധികൃതർക്കുമെതിരെ ഉണ്ട്. സഞ്ജിത്ത്, മന്ത്രി ജെ ചിഞ്ചുറാണി, ഇത് മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള സർവകലാശാലയാണ്, വെറ്റിനറി സർവകലാശാലയാണ്. അതുകൊണ്ട് തന്നെ ആ തരത്തിലും കർശനമായ ഇടപെടൽ ഉണ്ടാകും. ഡീൻ അടക്കമുള്ളവർക്ക് ഇതിൽ പങ്കുണ്ടെങ്കിൽ കർശനമായ നടപടി ഉണ്ടാകുമെന്നാണ് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി മാധ്യമങ്ങളോടക്കം പ്രതികരിച്ചത്. ഇന്നലെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കാനും അവരെത്തിയിരുന്നു. ഇന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഒപ്പം തന്നെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളൊക്കെ ഈ കുടുംബത്തിനെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി അവിടേക്ക് വരുന്നുണ്ട്. ജിൻസ്, ഈ കോളേജിൽ മുമ്പും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഈ തരത്തിൽ റാഗിംഗ് നടക്കുന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു സംഭവം മാത്രമായി ഇത് മാറുന്നു. ഇതിനു മുമ്പും നിരവധി ഇത്തരം ഇടപെടലുകൾ ഉണ്ടായി എന്നതും ആക്ഷേപമായി ഉയരുന്നുണ്ടല്ലോ. തീർച്ചയായും അത്തരത്തിലുള്ള ഒരു ആക്ഷേപം നേരത്തെ മുതലേ, ഈ സംഭവം അറിഞ്ഞത് മുതലേ ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു. ഈ കോളേജിൽ ഒരു കോടതി പ്രവർത്തിച്ചിരുന്നു, വിചാരണ കോടതി പ്രവർത്തിച്ചിരുന്നു എന്നുള്ള കാര്യമാണ് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നത്. അതായത് ഇതിൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയെ അവിടെ തന്നെ കൃത്യമായി വിചാരണ നടത്തുകയും ശിക്ഷ നടപ്പാക്കുകയും ചെയ്തു. അതേസമയം തന്നെ വീണ്ടും ആ തെറ്റ് തുടരുകയാണെങ്കിൽ ആ ശിക്ഷ വീണ്ടും കൂട്ടും എന്നുള്ളതാണ് നിലവിൽ
പറയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് നിലനിൽക്കുന്നത്. ഈ കോളേജ് അധികൃതർക്കെതിരെയും വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. ഈ സംഭവം അറിഞ്ഞ് 4 ദിവസം പിന്നിട്ടപ്പോഴാണ് ഈ 12 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പരിശോധിക്കേണ്ടതുണ്ട്. പോലീസ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കോളേജ് അധികൃതർക്ക് വീഴ്ച സംഭവിച്ചോ എന്നുള്ള കാര്യം അടക്കം പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കോളേജിൽ മുൻപും ഇത്തരത്തിൽ സമാനമായ സംഭവം ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഈ 130 കുട്ടികൾ നിൽക്കെയാണ് ഈ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന കുട്ടിയെ വിചാരണ നടത്തുകയും പിന്നീട് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തത്. ഈ സംഭവത്തിൽ ആരും ഈ വിഷയം പിന്നീട് പുറത്തു പറയുകയോ പോലീസിലേക്ക് പരാതി നൽകുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സംഭവം പുറത്തറിഞ്ഞാൽ അവരെ അപായപ്പെടുത്തും എന്ന് കൃത്യമായി SFI നേതാക്കൾ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നുള്ള കാര്യവും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ വിഷയങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ശരി, ജിൻസിലേക്ക് തിരികെ വരാം. അതിനു മുമ്പ് തിരുവനന്തപുരം നെടുമങ്ങാടാണ് ഈ സിദ്ധാർത്ഥിന്റെ വീട്. ആ കുടുംബാംഗങ്ങൾ വലിയ വേദനയിലാണ്. അവരെ ആശ്വസിപ്പിക്കാൻ പലരായി അവിടെ എത്തുന്നുണ്ട്, മന്ത്രിമാരെത്തുന്നുണ്ട്. ഇപ്പം നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് നെടുമങ്ങാട് MLA കൂടിയായ മന്ത്രി GR അനിൽ അവിടെ എത്തിയ പിതാവുമായി സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് നിൽക്കുകയാണ്. ഈ നമ്മുടെ അത് നമ്മള് മുമ്പ് നമുക്ക് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഈ അറസ്റ്റ് കഴിഞ്ഞപ്പോഴാണ് ഇവരും കൂടെ ഉണ്ട്, ഈ ആകാശം കൂടെ ഉണ്ട്. അതുകൂടെ ചേർന്നിട്ടാണ്. BV അരുൺ നമുക്കൊപ്പം ചേരുന്നുണ്ട് ആ കുട്ടിയുടെ വീട്ടിൽ നിന്നും. അരുൺ, ഗവർണർ എത്തുമെന്ന് കരുതുന്നു. ഒപ്പം GR അനിൽ മന്ത്രി അവിടെ എത്തിയിട്ടുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ അങ്ങോട്ടേക്ക് വരും. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? ആ കുടുംബത്തിന്റെ പ്രതികരണമൊക്കെ സൈത്ത് സിദ്ധാർത്ഥിന്റെ വീട്ടിലേക്ക് വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, മന്ത്രിമാരൊക്കെ എത്തുകയാണ്. ഇപ്പോൾ മന്ത്രി GR അദ്ദേഹം നെടുമങ്ങാട് മണ്ഡലത്തിലെ MLA കൂടിയാണ്. അദ്ദേഹം സിദ്ധാർത്ഥിന്റെ അച്ഛനുമായി സംസാരിക്കുകയാണ്. മകനുണ്ടായ ദുരനുഭവം അദ്ദേഹത്തോട് വിവരിക്കുകയാണ് സിദ്ധാർത്ഥിന്റെ അച്ഛൻ. സിദ്ധാർത്ഥിന്റെ അടുത്ത കൂട്ടുകാരൻ ആകാശ് ഉൾപ്പെടെയുള്ളവർ ഇതിലുണ്ട് എന്നറിഞ്ഞിട്ടിലൂടെയാണ് കേട്ടെന്ന കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ മന്ത്രിയോട് പറയുന്നത്. അല്പസമയത്തിനകം ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇവിടേക്ക് എത്തും. അത് കഴിഞ്ഞ് സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സിദ്ധാർത്ഥിന്റെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കാനെത്തുന്നുണ്ട്. പ്രമുഖരൊക്കെ അവിടെ ആശ്വസിപ്പിക്കാൻ എത്തുകയാണ്. കുടുംബം എന്തായാലും ആ മകൻ്റെ വേർപാടിലുണ്ടായ ആ ഒരു ഞെട്ടൽ ഇതുവരെയും മാറിയിട്ടില്ല. കാരണം അടുത്ത സുഹൃത്തുക്കളൊക്കെ ഈ ക്രൂരമായ കുറ്റകൃത്യത്തിനൊപ്പം ഉണ്ടായിരുന്നു എന്നത് ആ കുടുംബത്തെയും ഞെട്ടിക്കുകയാണ്. അവർ ഇന്നലെയും അങ്ങനെ പ്രതികരിച്ചിരുന്നു. ഒപ്പം തന്നെ കൂടുതൽ ആളുകൾ പട്ടികയിലുണ്ട്, അവരൊക്കെ പുറത്തു വരണമെന്നതാണ് നിലപാട്. മന്ത്രി GR അനിൽ ഇപ്പോൾ അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ കുടുംബാംഗങ്ങളുടെ ആരെങ്കിലും പ്രതികരണത്തിലേക്ക് പോകാൻ കഴിയുമോ? എന്താണ് മന്ത്രിയൊക്കെ ഈ വിഷയത്തിൽ പറയുന്നത്? അല്പസമയം മുമ്പാണ് മന്ത്രി GR ഇവിടെ എത്തിയത്. അദ്ദേഹം സിദ്ധാർത്ഥിന്റെ പിതാവുമായി സംസാരിക്കുകയാണ്. അതിനുശേഷമാകും പ്രതികരണത്തിലേക്ക് പോകാൻ കഴിയുക എന്ന് പ്രതീക്ഷിക്കുന്നു. മന്ത്രി ഉൾപ്പെടെയുള്ള പൂർണ്ണ പിന്തുണ. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഷയത്തിൽ ഇടപെട്ടു. സംസ്ഥാന പോലീസ് മേധാവിയോട് പ്രത്യേക സംഘത്തെ, കേസന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ ഏർപ്പെടുത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലപ്പുറം SP ആണ് കേസന്വേഷണം ഏകോപിപ്പിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ കോളേജുകളുടെ ഭാഗത്ത് വലിയ വീഴ്ചയുണ്ടായി. സംഭവം ദിവസങ്ങൾക്ക് ശേഷമാണ് അവർ അറിഞ്ഞത് എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കർശനമായ നടപടികൾ ഉണ്ടാകണം. മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇടപെടലുകളുമുണ്ട്. ഏതായാലും പ്രതികളിൽ ഇനിയും 7-8 പേർക്ക്. അരുണ്, ഈ പതിവിന് വ്യത്യസ്തമായി ഈ സംഭവത്തിൽ SFI ആണ് പ്രതിക്കൂട്ടിലെന്ന് അറിഞ്ഞിട്ടും ഇടതു കേന്ദ്രങ്ങളൊക്കെ ശക്തമായി ഈ സംഭവത്തെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഒരു പുറത്താക്കൽ നടപടി കൊണ്ട് തീരുന്നതല്ല, മറിച്ച് സംഘടന ഗൗരവമായി പരിശോധിക്കണം, സർക്കാർ മാത്രത്തിൽ ഗൗരവം ആർജവം കാട്ടണമെന്ന് പറഞ്ഞു. ഒരുപക്ഷെ അതിൻ്റെ കൂടെ ഫലമാവാം മുഖ്യമന്ത്രി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഏർപ്പെടുത്തിയത്. പക്ഷേ അരുൺ, അതുകൊണ്ട് മാത്രം ഇത് ഫലപ്രദമാണോ? കാരണം റാഗിംഗ് എന്നത് അങ്ങേയറ്റം തെറ്റായ ഒരു നടപടിക്രമമാണ്. നമ്മുടെ ക്യാമ്പസുകളിൽ മുമ്പുണ്ടായിരുന്ന ആ കിരാതമായ നടപടിക്കെതിരെ പൊതുസമൂഹം ഒന്നിച്ചു രംഗത്ത് വന്നതാണ്. പക്ഷേ ഇപ്പോഴും അത് സംഭവിക്കുന്നു എന്നതും മാത്രമല്ല, ഒരു പുരോഗമന വിദ്യാഭ്യാസ പ്രസ്ഥാനത്തിലെ പ്രധാന നേതാക്കളൊക്കെ അതിന് ആ അത്തരത്തിലുള്ള റാഗിങ്ങിൻ്റെ ഭാഗമായി ഇടപെട്ടു എന്നൊക്കെ പറയുന്നത് അങ്ങേറ്റം നാണയം കെടുത്തുന്നതാണ്. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. സർക്കാർ ഈ വിഷയത്തെ ആ ജാഗ്രതയോടെ കാണുന്നുണ്ടോ?
തീർച്ചയായിട്ടും ഈ SFIയിലെ ഏത് സംഘടനയായാലും ഈ വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വിദ്യാർത്ഥി സംഘടന എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കൈകാര്യം കഴിയുന്ന ഒരു കാര്യമല്ല. പൂർണ്ണമായും ഇതൊരു ക്രിമിനൽ സംഘത്തിന്റെ പ്രവൃത്തിയെ തന്നെ കാണണം. നമുക്കൊരു റാഗിംഗ് നിരവധി കുടുംബങ്ങളെ എത്ര കാലം മന്ത്രി GR അനിലടക്കമുള്ളവർ ആ കുടുംബത്തെ സന്ദർശിക്കുന്നതിന് വേണ്ടി അവിടെ എത്തിയിരിക്കുകയാണ്. സമൂഹത്തിന്റെ പല മേഖലകളിൽ നിന്നുള്ളവർ ആ കുടുംബത്തിന് അവർക്ക് ആശ്വാസം പകരുന്നതിന് വേണ്ടി അവിടെ സന്ദർശിക്കാൻ എത്തുന്നുണ്ട്. പക്ഷേ അത്തരം സന്ദർശനം കൊണ്ട് ആശ്വാസം പകരുന്നതല്ല ആ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തുള്ള മാനസിക അവസ്ഥ. കാരണം തൻ്റെ മകനെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിലാണ് ആ പിതാവും ആ മാതാവും. അവരത്തരം വൈകാരികമായ പ്രതികരണം നടത്തുന്നുണ്ട്. കേരളത്തിൻ്റെ ക്യാമ്പസുകളിൽ നിന്ന് ഇല്ലാതാക്കി എന്ന് നമ്മൾ അവകാശപ്പെട്ടിരുന്നതാണ് റാഗിങ് മൂലം ഇനിയും ഒരു മരണമോ ഒരു പീഡനമോ ഒന്നും സംഭവിക്കരുത് എന്ന തരത്തിലുള്ള ജാഗ്രത വിദ്യാർത്ഥി സംഘടനകളൊക്കെ പൊതുവിൽ സ്വീകരിച്ചതാണ്. പക്ഷേ പൂക്കോട് നടന്ന സംഭവം അതിക്രൂരമായ റാഗിംഗ് ആണ്. ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത ക്രൂരമായ റാഗിംഗ് ആണ്. അത് ഒരു ദിവസം മാത്രമല്ല, ദിവസങ്ങളോളം നടന്ന റാഗിങ്ങിനൊടുവിലാണ് കുട്ടിയുടെ മരണം സംഭവിക്കുന്നത്. അതിൽ പ്രതിപ്പട്ടികയിൽ വരുന്നതും ഒരു വിദ്യാർത്ഥി സംഘടനയാണ്, അല്ലെങ്കിൽ പുരോഗമന വിദ്യാർത്ഥി സംഘടനയാണ്, SFI ആണ് എന്നതാണ്. ഈ SFI നേതാക്കളെ പുറത്താക്കിയത് കൊണ്ട് തീരുന്നതാണോ? ഒപ്പം കേരളത്തിൻ്റെ ക്യാമ്പസുകളിൽ നിന്നും റാഗിംഗ് ഇല്ലാതാക്കാൻ പ്രതിജ്ഞയെടുത്ത് മുന്നോട്ട് വരേണ്ട ഒരു വിദ്യാർത്ഥി സംഘടനയാണ്. അവർ ആ തരത്തിൽ ഇടപെടുമോ എന്നതൊക്കെയാണ് ഇതിൽ നിർണായകമാവുന്ന കാര്യം. അരുൺ, ഈ ഗവർണർ അടക്കമുള്ളവർ എപ്പോഴേക്കും അവിടെ എത്തിച്ചേരും? എന്താണ് ആ വീട്ടിലെ സാഹചര്യം? 11:45 ഗവർണർ ഇവിടെ എത്തുമെന്ന് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ സിദ്ധാർത്ഥിന്റെ വീട്ടിലേക്ക് വരികയാണ്. ദൃശ്യങ്ങൾ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. മന്ത്രി GR വീടിനുള്ളിലാണ്. അദ്ദേഹം കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയാണ്. അമ്മയും ഒക്കെ കാണുകയാണ്. ഇപ്പോൾ ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും കൂടി ഇവിടേക്ക് എത്തുകയാണ്. ഇത്തരത്തിൽ വലിയ സംസ്ഥാനത്തിന്റെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും എല്ലാ പ്രധാനപ്പെട്ട ആളുകളും ഒക്കെ വലിയ ഞെട്ടലോടെ കണ്ട ഒരു സംഭവമാണ്. സൂചിപ്പിച്ച പോലെ റാഗിംഗ് എക്കാലത്തും ഒരു അത്യന്തം കിരാതമായ ക്രൂരമായ നടപടിയാണ്. അതിനെതിരെ ആ രീതിയിലുള്ള തന്നെയാണ് കേരളീയ സമൂഹം അവലംബിക്കുന്നത്. പക്ഷെ അപ്പോഴും ഇത്തരം സംഭവങ്ങൾ, ഒറ്റപ്പെട്ട സംഭവങ്ങൾ പലതും പുറത്തു വരാതെ പോകുന്ന നിരവധി സംഭവങ്ങളുണ്ട്. ചെറിയ ചെറിയ സംഭവങ്ങളാകുമ്പോൾ സ്വാഭാവികമായും അതൊരു തമാശയായി കണ്ട ആദ്യഘട്ടത്തിലൊക്കെ എടുക്കുന്ന വിഷയം ഇത്തരത്തിലൊരു മരണത്തിലേക്കും അല്ലെങ്കിൽ ക്രൂരമായ മർദ്ദനത്തിലേക്കും മാറുമ്പോഴാണ് ഇക്കാര്യങ്ങൾ പുറത്തറിയുന്നത്. ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം. ഇത്തരം സംഭവങ്ങൾ, ഇത്തരം ക്രൂരതകൾ ഇപ്പോഴും തുടരുന്നു. സ്വാഭാവികമായും ഒരു ഇരയുണ്ടാകുമ്പോൾ അത് ദീർഘനാൾ ചർച്ച ചെയ്യപ്പെടും. പിന്നീട് അത് അതുപോലെ മറക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ നാടിനുള്ളത്, അധികൃതർക്കുള്ളത്. KC വേണുഗോപാല കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ എത്തുകയാണ്. മറ്റു പ്രമുഖർ, രാഷ്ട്രീയ നേതാക്കളൊക്കെ എത്തുകയാണ്. ഈ സംഭവത്തിൻ്റെ ഒരു ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നത്. ഇത്തരം സന്ദർശനങ്ങൾ, ആശ്വസിപ്പിക്കലൊക്കെ ആ കുടുംബത്തിന് ആശ്വാസം നൽകട്ടെ എന്ന് നമുക്കും കരുതാം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും അവിടേക്ക് വരികയാണ്. ഗവർണറുടെ രാജ്ഭവന്റെ ഇടപെടൽ കൂടി ആ തരത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. കാരണം സംസ്ഥാനത്ത് സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയാണ് ഇവിടെ പ്രതിക്കൂട്ടിലുള്ളത്. മാത്രമല്ല അത് രാഷ്ട്രീയപരമായി തന്നെ ഏറെ ചോദ്യം ചെയ്യപ്പെടാനും സാധ്യതയുള്ള ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘത്തെയൊക്കെ അവിടെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ റാഗിംഗ് മൂലം ഒരു വിദ്യാർത്ഥിക്ക് കൊല ചെയ്യപ്പെടേണ്ടി വരുമെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ക്യാമ്പസുകളെ, ഇതിനകം തന്നെ ക്യാമ്പസുകളിൽ രാഷ്ട്രീയം നിരോധിക്കണം എന്ന ആവശ്യം പോലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ശക്തിപ്പെട്ടു വരുന്നുണ്ട്. പക്ഷേ അതിനപ്പുറം ഇത്തരം വിദ്യാർത്ഥി സംഘടനകൾ നമ്മുടെ ക്യാമ്പസുകൾക്ക് ഫലപ്രദമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഇത്തരം റാഗിങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നതിൽ ഫലപ്രദമായ ഇടപെടൽ മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ളതാണ്. പക്ഷേ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന അതിശക്തമായ ഒരു പരിശോധന ഇക്കാര്യത്തിൽ ആവശ്യമാണ് എന്ന കാര്യത്തിൽ തർക്കമല്ല. പോലീസിന്റെ ഇടപെടൽ കുടുംബാംഗങ്ങൾ ആവശ്യത്തിന് ശേഷം നമ്മോട് പ്രതികരിക്കുകയാണ്. സംസ്ഥാന കേരളം ഞെട്ടലോടെ, വളരെ ലജ്ജയോടെ കൂടെ കാണുന്നൊരു സംഭവമാണ്. എങ്ങനെയാണ് സർക്കാർ ഇതിനെ കാണുന്നത്? സിദ്ധാർത്ഥിന്റെ കുടുംബത്തിൽ ഞങ്ങൾ ഇതാദ്യമായിട്ടല്ല, നേരത്തെയും ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ചെയർപേഴ്സണാണ്
ഞങ്ങളിവിടെ വരികയുണ്ടായി. ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ പൊതുപ്രവർത്തകരായിട്ടുള്ള ഞങ്ങളെല്ലാം, പ്രത്യേകിച്ചും ആ കുടുംബം ഞങ്ങളുമായി ബന്ധപ്പെട്ട കുടുംബമാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഏറെ താൽപര്യവും അവർക്കുള്ള സംശയങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇടപെടുകയുണ്ടായി. ഗവൺമെന്റ് വളരെ നന്നായിട്ട് ഇടപെട്ടതാണ്. ഈ നിമിഷങ്ങൾക്കകം, ദിവസങ്ങൾക്കകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട സംഭവത്തിന് ആധാരമായ കക്ഷികളെ ഇതിന്റെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല. ഇതിനകത്ത് ഒരു രാഷ്ട്രീയമേ ഉള്ളൂ. അത് ഏത് പ്രതിയാണെങ്കിലും ആ പ്രതി കുറ്റവാളിയാണെങ്കിൽ കുറ്റവാളിയെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ആവശ്യമായ ശിക്ഷണ നടപടിയിലേക്ക് കൊണ്ടുപോകും. വിദ്യാർത്ഥികത്വം വന്ന ആളാണ്. ഈ റാഗിംഗ് പോലുള്ള ക്രൂരകൃത്യങ്ങൾ ഇപ്പോഴും നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ SFI ഉൾപ്പെടെയുള്ളവർ ഇതിൽ ആരോപണ നേരിലുമാണ്. അല്ല, ഇതിനകത്തൊരു രാഷ്ട്രീയം ഞങ്ങൾ കാണുന്നില്ല. ഇതിനകത്ത് ഒരു രാഷ്ട്രീയം കാണുന്നില്ല. എന്നാൽ ഇത്തരം സംഭവങ്ങൾ ഒരു ക്യാമ്പസിനകത്തും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ക്യാമ്പസിനകത്ത് സീനിയർ ജൂനിയർ ആയിട്ടുള്ള വിദ്യാർത്ഥികൾ ഇത്തരം റാഗിംഗ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നത് ഒരിക്കലും അനുവദിക്കാവുന്ന ഒരു കാര്യമല്ല. ഗവൺമെന്റ് അതിനെ കർശനമായ നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യം തർക്കമില്ല. നിയമം ഇല്ലാത്തതുണ്ടല്ലോ. ഈ നിയമം നേരത്തെ ശക്തമായ നിയമമുണ്ട്. പക്ഷേ വിദ്യാർത്ഥി സംഘടനകളും ഈ കുട്ടികളൊക്കെ എങ്ങനെ പോകുന്ന കാര്യം എന്തായാലും ഇതെല്ലാം സംഘടനാ തലത്തിലല്ലല്ലോ ഉണ്ടായിട്ടുള്ളത്. സംഘടനകൾ തമ്മിലുള്ള വിഷയമല്ലല്ലോ. ഇത് രണ്ട് ബാച്ചിലുള്ള കുട്ടികളെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. രണ്ട് സംഘടനകൾ തമ്മിലുള്ള സംഘട്ടനത്തിലൂടെ ഉണ്ടായ ഒരു സംഭവമല്ല ഇത്. ക്യാമ്പസുകളിൽ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നു എന്നുള്ളത് പുറം ലോകം അറിയുമ്പോൾ അതിന് കർശനമായ നടപടി സ്വീകരിക്കുകയാണ് ഗവൺമെന്റ് ചെയ്യുന്നത്. അതാണ് ഇക്കാര്യത്തിലും ഉണ്ടായിട്ടുള്ളത്. ഇതിനോടൊന്നും ഒരു തരത്തിലുമുള്ള അനുകൂല നിലപാട് ഒരു തലത്തിലും കിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. മാതാപിതാക്കളുടെ പരാതികൾ ഞാൻ ഉൾപ്പെടെ നേരത്തെ കേട്ടതുകൊണ്ടാണല്ലോ ഗൌരവമായി കർശനമായ നിലപാടിലേക്ക് ഞങ്ങളെല്ലാം പോയത്. അവർക്കുള്ള സംശയത്തിൽ നിന്നാണല്ലോ ഈ വിഷയങ്ങളുടെ അന്വേഷണം ആ ദിശയിലേക്ക് പോകാൻ തയ്യാറായത്. അത് വീട്ടുകാർക്കും ബോധ്യമുള്ള കാര്യമാണ്. ഇതിനകത്ത് രാഷ്ട്രീയമായിട്ടുള്ള സഹായം നൽകുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നവരല്ല ഞങ്ങളാരും. അത് വ്യക്തികൾ ഏത് രാഷ്ട്രീയത്തിലുണ്ടെങ്കിൽ തന്നെ ഈ സംഭവത്തെയാണ് ഞങ്ങൾ ഗൌരവമായി കാണുന്നത്. ആ സംഭവം ഗൌരവമായി കണ്ടുകൊണ്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ഈ നിയമസഹായം പൂർണ്ണമായിട്ടും അവർക്ക് വിശ്വസിക്കാൻ പറ്റും. സർക്കാരിന്റെ നീതി കിട്ടുന്നു. അവർ നമ്മളുമായി ബന്ധപ്പെട്ട കുടുംബമായതുകൊണ്ട് കൂടുതൽ വിശ്വസിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അതിനോടൊന്നും യാതൊരു തരത്തിലുമുള്ള പക്ഷപാതം സ്വീകരിക്കുന്നവരല്ല ഞങ്ങളെന്ന് അവർക്ക് നല്ല വിശ്വാസമുണ്ട്. ഇപ്പോഴും രക്ഷകർത്താക്കൾ സംസാരിച്ചപ്പോൾ അതിലൊന്നും അവർക്ക് യാതൊരു തരത്തിൽ സംശയത്തിന്റെയും വിഷയമില്ല. ഇത് തെറ്റ് ആര് ചെയ്തിട്ടുണ്ടെങ്കിലും ആ തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് അവരുടെ ആദ്യത്തെ അഭ്യർത്ഥന. ഇപ്പോഴും ആ അഭ്യർത്ഥന അവർ വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. അത് ഗൌരവമായി ഗവൺമെന്റ് കാണുന്നു എന്നതാണ് കഴിഞ്ഞ സമീപ ദിവസങ്ങളിലെ സംഭവങ്ങൾ വെളിവാക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെടും. കോളേജിലെ ഡീൻ ഉൾപ്പെടെയുള്ളവരെ പ്രതിചേർക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോളേജ് അധികൃതർക്കും പങ്കുണ്ടെന്നാണ് കുടുംബാംഗങ്ങളും. എന്താണോ ഗവൺമെന്റ് നിഷ്പക്ഷമായിട്ട് തന്നെയാണ് അത്തരം വിഷയങ്ങൾ സമീപിക്കുന്നത്, അല്ലാതെ പക്ഷം ചേർന്നുകൊണ്ടല്ല. അത് വിദ്യാർത്ഥികളുടെ കാര്യത്തിലാണെങ്കിലും കോളേജ് അധികൃതരുടെ കാര്യത്തിലാണെങ്കിലും പുറത്തുള്ള ആളുകൾ ഇതിനകത്ത് പങ്കുണ്ടെങ്കിലും അതെല്ലാം നിഷ്പക്ഷമായി അന്വേഷിച്ച് കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. മുഖം നോക്കാതെയുള്ള നടപടി തന്നെ ആയിരിക്കും. അതിലൊന്നും യാതൊരു സംശയവും ആർക്കും വേണ്ട. ഇത് രാഷ്ട്രീയ വിഷയങ്ങളല്ല. ഇത് ഒരു ക്യാമ്പസിനകത്തുണ്ടായ സംഭവങ്ങളെ ആ ഗൌരവത്തിൽ തന്നെ കാണുന്നു. സർക്കാരിന്റെ ഉറപ്പാണിത്. മന്ത്രി GR അനിലിന്റെ ഉറപ്പാണിത്. അദ്ദേഹം ഇവിടുത്തെ ജനപ്രതിനിധി കൂടി MLA കൂടിയാണ്. സ്വാഭാവികമായും ആ കുടുംബത്തിന് എല്ലാ സഹായവും ഉറപ്പു നൽകുകയാണ്. അത് നിയമപരമായും അതുപോലെ തന്നെ ഭരണപരമായ എല്ലാ സഹായവും ഉറപ്പു നൽകുകയാണ് മന്ത്രി GR അനിൽ. കോളേജ് അധികൃതരുടെ ഭാഗത്ത്, ഡീൻ ഉൾപ്പെടെയുള്ള കോളേജ് അധികൃതരുടെ ഭാഗത്ത് വലിയ വീഴ്ചയുണ്ടായി എന്ന പരാതി കുടുംബാംഗങ്ങൾക്കുണ്ട്. ആ പരാതിയും ഗൌരവമായി പരിശോധിക്കും. വിദ്യാർത്ഥികൾക്കെതിരെ മാത്രമല്ല, കോളേജ് അധികൃതർ, ഡീൻ ഉൾപ്പെടെയുള്ളവർ, കോളേജിന്റെ മറ്റ് ഉന്നതർ ആർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ശക്തമായ നടപടി ഉണ്ടാകുമെന്ന ഉറപ്പാണ് മന്ത്രി GR അനിൽ നൽകുന്നത്. കുടുംബാംഗങ്ങൾക്ക് പൂർണ്ണമായും സർക്കാരിൽ വിശ്വാസമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഏതായാലും അല്പസമയത്തിനകം KC വേണുഗോപാൽ, ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പുറത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം കുടുംബാംഗങ്ങളെ കാണുകയാണ്, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയാണ്, അവരെ ആശ്വസിപ്പിക്കുകയാണ്. നമുക്കറിയാം, രാഷ്ട്രീയ ഭേദമന്യേ മറ്റ് എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് സംസ്ഥാനത്തിനെ ഒട്ടാകെ വിഷമിപ്പിച്ച ഒരു സംഭവമായി മാറുകയാണ് ഈ സിദ്ധാർത്ഥിന്റെ ക്രൂരമായ കൊലപാതകം. ആത്മഹത്യ എന്ന് പറയുമ്പോഴും സ്വാഭാവികമായും അതിലേക്ക് തള്ളിവിട്ട, ആത്മഹത്യയാണെങ്കിൽ പോലും അതിലേക്ക് തള്ളിവിട്ട കാര്യങ്ങൾ എന്തെന്ന് ഇതിനകം വ്യക്തമായിട്ടുണ്ട്. പൂർണ്ണമായും ക്രൂരമായ റാഗിങ്ങിന് ആ വിദ്യാർത്ഥി, ആ
കുട്ടി ഇരയായി എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ കേരള മനസാക്ഷിയെ, കേരളീയ സമൂഹത്തെ വലിയ രീതിയിൽ ഞെട്ടിക്കുന്ന, നമുക്കറിയാം പലപ്പോഴും റാഗിംഗ് ആ രീതിയിൽ തന്നെയാണ് കേരളീയ സമൂഹം എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശക്തമായ നിയമങ്ങൾ സംസ്ഥാനത്ത് നിലവിലുണ്ട്. എന്നിട്ടും അതെല്ലാം മറികടന്നുകൊണ്ട് സംഘടിതരായ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ, അവർ SFI സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടനയുടെ ആ ക്യാമ്പസിലെ പ്രധാനികൾ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതിന് ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത. സ്വാഭാവികമായും വിദ്യാർത്ഥി സംഘടനകൾ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ, അവർക്ക് കോളേജ് അധികൃതരിൽ നിന്നോ മറ്റേ മാനേജ്മെന്റിൽ നിന്നൊക്കെ ഇത്തരത്തിലുള്ള ഭീഷണി നേരിടുമ്പോൾ അവരെ സംരക്ഷിക്കാൻ മുന്നിൽ നിൽക്കേണ്ട സംഘടനയാണ്. ആ ഒരു സംഘടനയിൽപ്പെട്ടവർ തന്നെ സ്വാഭാവികമായും ഇത്തരമൊരു ക്രിമിനൽ ആക്ടിവിറ്റി എന്ന് തന്നെ പറയണം. ഇതൊരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ സമൂഹമായി കാണാൻ കഴിയില്ല. വിദ്യാർത്ഥികൾ തമ്മിലുള്ള കശപശിയായോ തമ്മിൽ തല്ലായോ മാത്രം കാണാൻ കഴിയില്ല. ഇത് ക്രൂരമായ ക്രിമിനൽ നടപടി തന്നെയാണ്, ക്രിമിനൽ കുറ്റം തന്നെയാണ്. അത്തരമൊരു ക്രിമിനൽ നടപടികൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആ രീതിയിലുള്ള നിയമ നടപടികൾ കൂടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഈ ഘട്ടത്തിലുള്ളത്. പക്ഷേ കോളേജുകളുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായെന്ന വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ അതാണ് അവിടുത്തെ സാഹചര്യം. എന്തായാലും മന്ത്രി GR അനിൽ പറഞ്ഞ വാക്കുകൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ ഇടപെടലിൽ രാഷ്ട്രീയം നോക്കാതെ ഈ സംഭവത്തിൽ തുടർ നടപടികളുമായി പോവാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയണം. കാരണം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഇത്തരം സംഭവങ്ങൾ ഒടുവിൽ പ്രതികൾ സംരക്ഷിക്കപ്പെടുകയാണ്. നമ്മുടെ ആദ്യത്തെ ഒരു ശ്രദ്ധയ്ക്കും അപ്പുറത്തേക്ക്, ആദ്യത്തെ പ്രഖ്യാപനങ്ങൾക്കും ഇടപെടലുകൾക്കും അപ്പുറത്തേക്ക് പിന്നീട് നമ്മുടെ അധികാര സംവിധാനങ്ങൾ ഈ പ്രതികൾക്കൊപ്പം നിൽക്കുന്ന കാഴ്ച പലപ്പോഴും പല അനുഭവങ്ങളും നമുക്ക് മുന്നിലുണ്ട്. പക്ഷേ ഈ സംഭവത്തിൽ ഇത് ആവർത്തിക്കപ്പെടാതെ ഇരിക്കട്ടെ. സിദ്ധാർത്ഥ് കേരളത്തിലെ അവസാനത്തെ റാഗിംഗ് മൂലം കൊല്ലപ്പെടുന്ന, അല്ലെങ്കിൽ റാഗിംഗ് വിധേയമാക്കേണ്ടി വന്ന ഒരു വിദ്യാർത്ഥിയായി മാറണം. ഇനിയൊരു ചരിത്രം ആവർത്തിക്കപ്പെടരുത്. അതിനുവേണ്ടിയുള്ള ജാഗ്രത കാട്ടാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിയട്ടെ. ഏതെങ്കിലും ഒരു മരണം വരുമ്പോൾ നടത്തുന്ന പ്രഖ്യാപനങ്ങളും സന്ദർശനങ്ങൾക്കും അപ്പുറം ഇത്തരം സംവിധാനങ്ങൾ ആവർത്തിക്കപ്പെടുക ഒരു ആർജവമാണ് ഉണ്ടാവേണ്ടത്. അരുൺ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. രാഷ്ട്രീയപരമായി ഏറെ പ്രാധാന്യമുള്ള ഒരു പൊതു അന്തരീക്ഷമാണ്. ഇവിടെയാണ് ഈ വിദ്യാർത്ഥിയുടെ മരണം കടന്നു വരുന്നത്. സ്വാഭാവികമാണ് അതൊരു തെരഞ്ഞെടുപ്പ് വിഷയമായി മാറ്റാൻ പ്രതിപക്ഷമൊക്കെ ശ്രമിക്കും. സർക്കാർ ഇപ്പോൾ അന്വേഷണ സംഘം, പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. അതിനും അപ്പുറം SFI എന്ന വിദ്യാർത്ഥി സംഘടന ഈ വിദ്യാർത്ഥികളെ തള്ളിപ്പറയുക മാത്രമല്ല, എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യത്തിൽ ഒരു ആത്മപരിശോധന നടത്താൻ തയ്യാറാണോ? അത്തരത്തിലുള്ള ആർജവം ആ സംഘടനയും ഇടതുപക്ഷവും പൊതുവിൽ സർക്കാർ സംവിധാനങ്ങളും ഇതുവരെ സ്വീകരിച്ചിട്ടുണ്ടോ അരുൺ? തീർച്ചയായിട്ടും SFI ഇപ്പോൾ ഒരു സംഘടനയിൽ നിന്ന് കേരളം പ്രതീക്ഷിക്കുന്നതും അത്തരമൊരു ആർജവം തന്നെയാണ്. സ്വാഭാവികമായും ഒരു സംഘടനയിൽ നിന്നവരെ പുറത്താക്കിക്കൊണ്ട് മാത്രം കാര്യമില്ല. കാരണം ഇത്തരം പ്രബലമായ ഒരു വിദ്യാർത്ഥി സംഘടനയാണ് SFI. എല്ലാ ക്യാമ്പസുകളിലും, ഏതാണ്ട് എല്ലാ ക്യാമ്പസുകളിലും ആ രീതിയിലുള്ള ശക്തിയുള്ള സംഘടന. അത്തരം സംഘടനയിൽ സ്വാഭാവികമായും ആളുകൾ വന്നു ചേരുമ്പോൾ അത് സംഘടനയെ എന്ന രീതിയിൽ അതിന്റെ ആശയങ്ങളിൽ ആകർഷണം വരുന്നവരോട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്രിമിനൽ സംഘങ്ങൾ, ക്രിമിനൽ ബുദ്ധിയുള്ള, ക്രിമിനൽ വാസനയുള്ള വിദ്യാർത്ഥികൾ അവരുടെ കാര്യങ്ങൾക്ക് ഇത്തരം സംഘടനകളെ കൂടി ആയുധമാക്കുന്ന തിരിച്ചറിവ് കൂടി, പരിശോധന കൂടി സ്വാഭാവികമായും നടത്തേണ്ടതാണ്. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടാകുന്ന ഒരു ആൾക്കൂട്ട സംഘടനയായി ഇത്തരം വിദ്യാർത്ഥി സംഘടനകൾ മാറുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൂഷ്യഫലം തന്നെയായി ഇതിനെ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ SFI സ്വയം ഈ വിഷയത്തിൽ പരിശോധന നടത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കണം. മറ്റൊന്ന്, രാഷ്ട്രീയ വിഷയമായി ഇത് മാറുമെന്നും സയ്യിദ് സൂചിപ്പിച്ച പോലെ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കാലമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഇത്തരമൊരു വിഷയം ആ രീതിയിൽ തന്നെ രാഷ്ട്രീയമായും സർക്കാർ ഉപയോഗിക്കപ്പെടും. കാരണം സർക്കാർ ഈ വിഷയത്തിൽ നമുക്കറിയാം, ഇടതു വിദ്യാർത്ഥി സംഘടനകൾ SFI, അരുൺ സൂചിപ്പിച്ച പോലെ കേരളത്തിലെ ഒട്ടുമിക്ക ക്യാമ്പസുകളിലും സ്വാധീനമുണ്ട് SFIക്ക്, തർക്കമില്ല. പുതിയ കാലത്ത് ഇത്തരം വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗമായി വരുന്ന വിദ്യാർത്ഥികളുടെ ക്വാളിറ്റി എന്ത് എന്നൊരു ആത്മപരിശോധന SFIയെ പോലെയുള്ള സംഘടനകൾ നടത്തേണ്ട ഒരു ഘട്ടമാണെന്ന് തോന്നുന്നു. കാരണം വിദ്യാർത്ഥി സംഘടനകൾ ക്യാമ്പസിനകത്ത് സമാധാനം പുലരാനും മികച്ച പഠനാന്തരീക്ഷം ഉണ്ടാക്കാനും ഇടപെടേണ്ട സംഘടനകളാണ്. അങ്ങനെയാണ് ആ സംഘടനകളുടെ രൂപീകരണവും നിലനിൽപ്പിന്റെ പോലും സാഹചര്യവും അതാണ്. പക്ഷേ അതല്ല ഇപ്പോൾ സംഭവിക്കുന്നത് എന്നതാണ് ഇത്തരം സംഭവങ്ങളിൽ നിന്നും പുറത്തേക്ക് വരുന്ന കാര്യം. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ഉയരുകയാണ്. അരുണ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചർച്ചയാവുന്ന ഒരു കാര്യം, പൊതുവിൽ ഈ ക്യാമ്പസിനകത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ നിരോധനം
ഉണ്ടാവേണ്ട ഒരു ഘട്ടമാണ്. വിദ്യാർത്ഥി സംഘടനകളിൽ രാഷ്ട്രീയം പാടില്ല, അത്തരം സംഘടനകളുടെ പ്രവർത്തനം നിരോധിക്കണം എന്നൊരാവശ്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടുകയാണ്. ഒരിക്കലും പ്രോത്സാഹിക്കപ്പെടേണ്ട ഒരു ചർച്ചയല്ലത്. കാരണം വിദ്യാർത്ഥി സംഘടനകൾ ക്യാമ്പസിനകത്ത് മികച്ച പ്രവർത്തനം നടത്തേണ്ടവരാണ്, നടത്തിയിട്ടുമുണ്ട്. നമുക്ക് മുന്നിൽ നിരവധി ഉദാഹരണമുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവം എന്നൊക്കെ നമുക്ക് വിളിക്കാം. പക്ഷേ ഈ സംഭവം, ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടരുത് എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടത്. മന്ത്രി ജി ആർ അനിലിൻ്റെ വാക്കുകളിലൊക്കെ പുലർത്തിയ ഒരു ജാഗ്രത അത് എല്ലാവരിലും ഉണ്ടാവട്ടെ എന്ന് ഞാനും കരുതുകയാണ്. കാരണം വിദ്യാർത്ഥി സംഘടനകൾ എങ്ങനെ പ്രവർത്തിക്കണം, അതിൽ അവരുടെ രാഷ്ട്രീയം നോക്കാതെ ഇടപെടണം. ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ ആ കുടുംബത്തിന് ഒരുപക്ഷെ ഒരു ഇടതുപക്ഷ പശ്ചാത്തലം ഉണ്ടാവും, പക്ഷേ അതിനുമപ്പുറം അവർക്ക് നഷ്ടപ്പെടുന്നത് സ്വന്തം മകനെയാണ്. ആ വേദനയിൽ നിന്നുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ സർക്കാർ ഒപ്പമുണ്ട്. ആ പ്രതികളെ കൂടാൻ അവർക്ക് കരുതൽ നൽകാൻ സർക്കാർ സംവിധാനങ്ങളുണ്ട്, ജനപ്രതിനിധികളുണ്ട് എന്നൊക്കെ ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ കൂടി സാമൂഹ്യ ഉത്തരവാദിത്തമാണ്. അതിൻ്റെ ഭാഗമാവാം ഇത്തരം സന്ദർശനങ്ങൾ എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ആ കുടുംബത്തിനത് ആശ്വാസം നൽകട്ടെ. ഒപ്പം ഈ പ്രതികളും പിടികൂടി വേഗത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ നിരീക്ഷണത്തിൽ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഇടപെടൽ കൂടി വേഗത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉടൻ തന്നെ അവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഒപ്പം മറ്റ് രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരുടെ ഒക്കെ വലിയ തരത്തിലുള്ള ഇടപെടൽ നമ്മൾ അവിടേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഈ പ്രതിസന്ധികൾക്ക്, ഇടപെടലുകൾക്ക് പരിഹാരം ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. ഇനിയൊരു റാഗിംഗ് മൂലമുള്ള കൊലപാതകം, മരണം നമ്മുടെ ക്യാമ്പസിൽ സംഭവിച്ചുകൂടാ. റാഗിംഗ് മൂലമുണ്ടായ ദുരന്തങ്ങൾ പലകുറി ചർച്ച ചെയ്യപ്പെട്ടതാണ് കേരളത്തിൽ. പല ക്യാമ്പസുകളിലും മുൻകാലങ്ങളിൽ അത്ര അനുഭവം ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ മാറി നമ്മുടെ ക്യാമ്പസുകൾ കൂടുതൽ ജനാധിപത്യവൽക്കരിക്കപ്പെട്ടു, കൂടുതൽ സ്വാതന്ത്ര്യബോധത്തോടെ സംസാരിച്ചു തുടങ്ങി എന്ന ബോധത്തിൽ നിൽക്കുമ്പോഴാണ് ഇത്തരമൊരു സംഭവം വയനാട് പൂക്കോട് നിന്നും ഉയരുന്നത് എന്ന സാഹചര്യമുണ്ട്. അരുണ്, നമ്മൾ പറഞ്ഞു വന്നത് ഈ വിഷയത്തിൽ സർക്കാരൊക്കെ നടത്തിയ ഇടപെടൽ, അതിൻ്റെ വേണ്ടത്ര അർത്ഥത്തിൽ ഈ വിഷയത്തെ ഉൾക്കൊണ്ട് സർക്കാർ സംവിധാനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഇനി അങ്ങോട്ട് കഴിയുമോ എന്നൊരു കാര്യമാണ്. ആ തരത്തിലുള്ള ഇടപെടൽ തീർച്ചയായും ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാമോ? പ്രത്യേകിച്ച് SFI എന്ന സംഘടന അങ്ങനെ ഒരു ആത്മപരിശോധന ഇത്തരം നടത്തി കഴിഞ്ഞിട്ടുണ്ടോ? SFI സ്വാഭാവികമായും ഈ കുറ്റവാളികളെ തള്ളിപ്പറഞ്ഞു. പക്ഷെ അതുകൊണ്ട് തീരുന്നതല്ല SFIയുടെ ഉത്തരവാദിത്വം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ട് നിരന്തരം ഇത്തരം വിഷയങ്ങളിൽ SFI എന്ന വിദ്യാർത്ഥി സംഘടന, കേരളത്തിലെ ഏറ്റവും ശക്തമായ വിദ്യാർത്ഥി സംഘടന ഉൾപ്പെടുന്നു എന്ന ചോദ്യമാണ് അവർ സ്വാഭാവികമായും സ്വയം പരിശോധിക്കേണ്ടത്. ഇത്തരത്തിലുള്ള ആൾക്കൂട്ടങ്ങൾ, ക്രിമിനൽ പശ്ചാത്തലമുള്ള അല്ലെങ്കിൽ ക്രിമിനൽ വാസനയുള്ള വിദ്യാർത്ഥികൾ SFIയെ എന്തുകൊണ്ട് മറയാക്കുന്നു, അല്ലെങ്കിൽ SFIയിലേക്ക് എന്തുകൊണ്ട് എത്തുന്ന ചോദ്യം കൂടി സ്വാഭാവികമായും സംഘടനാപരമായ ഒരു വിഷയമോ അല്ലെങ്കിൽ SFI എന്ന സംഘടന നടപ്പാക്കിയ ഒരു തീരുമാനം നടപ്പാക്കിയ വിഷയമോ അല്ലെങ്കിൽ പോലും SFIയുടെ യൂണിറ്റ് സെക്രട്ടറി അടക്കമുള്ളവർ എങ്ങനെ ഇത്തരം കേസുകളിൽ പ്രതിയാകുന്നു, എങ്ങനെ ഇത്തരം ക്രിമിനൽ വാസനയുള്ളവർ ഈ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി അടക്കമുള്ള പ്രധാനപ്പെട്ട ഭാരവാഹിത്വങ്ങളിലേക്ക്. നമുക്കറിയാം SFIയുടെ ഒരു കോളേജിലെ, ഒരു ക്യാമ്പസിലെ യൂണിറ്റ് സെക്രട്ടറി പറയുമ്പോൾ അവിടെ സംഘടനയെ നിയന്ത്രിക്കുന്ന, സംഘടനയുടെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായും നിയന്ത്രിക്കുന്ന ആളാണ്, ആ തരത്തിലുള്ള നേതാവാണ്. അങ്ങനെയുള്ള ആളുകളെ എങ്ങനെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ എങ്ങനെ ഇത്തരം ആളുകൾ SFIയുടെ നേതൃസ്ഥാനത്തേക്ക് എത്തുന്നു എന്ന ചോദ്യം മറുപടി പറയേണ്ടത് അവർ തന്നെയാണ്. ഇത്തരമൊരു അനിഷ്ട സംഭവം ഉണ്ടാകുമ്പോൾ അവരെ തള്ളിപ്പറയുകയോ സസ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ സംഘടന പുറത്താക്കുകയോ ചെയ്യുന്നുണ്ട് മാത്രം അവിടെ SFI എന്ന വിദ്യാർത്ഥി സംഘടന, SFIയിലെ ഏത് വിദ്യാർത്ഥി സംഘടനയുടെയും ഉത്തരവാദിത്തം അവസാനിക്കുന്നില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ രീതിയിൽ SFI കൂടുതൽ ആത്മപരിശോധന നടത്താൻ തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. കേരളം ആവശ്യപ്പെടുന്നത് തന്നെയാണ്. സ്വാഭാവികമായും രാഷ്ട്രീയ മാനങ്ങൾ ഈ വിഷയത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെ രാഷ്ട്രീയ മാനങ്ങളുണ്ട്. പക്ഷേ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ചിന്തിക്കുമ്പോൾ പോലും ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കിരാത നടപടിയാണ് ഈ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന്. വിദ്യാർത്ഥികളെന്ന് പോലും പറയാൻ കഴിയില്ല. കാരണം സ്വന്തം കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥിയെ ഈ രീതിയിൽ മർദ്ദിച്ച്, ഈ രീതിയിൽ ക്രൂരമായി മനുഷ്യർ ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് കൊലപ്പെടുത്തുകയോ അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിക്കുകയോ ചെയ്ത ഇടപെടൽ നടത്തിയ വിദ്യാർത്ഥികളിൽ നിന്ന് മാത്രം വിളിക്കാൻ കഴിയുന്നവരില്ല. പൂർണ്ണമായും ക്രിമിനൽ പ്രവൃത്തി നടന്നിരിക്കുന്നു. അത്തരം ആളുകളെ എങ്ങനെ ഇത്തരമൊരു വിദ്യാർത്ഥി സംഘടനയിലേക്ക് എത്തി എന്ന ചോദ്യമാണ് സ്വാഭാവികമായും ഉയർന്നു വരുന്നത്. അതിനാണ് അവർ മറുപടി പറയേണ്ടി വരുന്നതും. വരും ദിവസങ്ങളിലും അതുതന്നെയാകും ചർച്ച ചെയ്യപ്പെടാൻ പോവുക. രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് സ്വാഭാവികമായും ഭരണപ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയത്തെ ഉപയോഗിക്കുമെന്ന് ഉറപ്പാണ്. അതിനപ്പുറത്തേക്ക് ഈ വീട്ടിൽ, നമ്മളിപ്പോൾ നെടുമങ്ങാടുള്ള ഈ വീട്ടിൽ ഈ സിദ്ധാർത്ഥിന്റെ കുടുംബാംഗങ്ങളുണ്ട്, അച്ഛനും അമ്മയുമുണ്ട്. വളരെ പ്രതീക്ഷയോടുകൂടി തങ്ങളുടെ മകനെ ഒരു ക്യാമ്പസിൽ അയച്ച് പഠിപ്പിച്ച് അവരുടെ ഓരോ ദിവസവും അവന്റെ കാര്യങ്ങളിലൊക്കെ നോക്കി നടത്തിയിരുന്ന ആ രക്ഷിതാക്കളുണ്ട്. അവരുടെ ദുഃഖം തന്നെയാണ് സ്വാഭാവികമായും രാഷ്ട്രീയ വിഷയങ്ങൾക്ക് അപ്പുറത്തേക്ക് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. ആ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ
ചർച്ച ചെയ്യപ്പെടുന്നതും. ഏതായാലും കെ സി വേണുഗോപാൽ അല്പസമയത്തിനകം രക്ഷിതാക്കളെ കണ്ട ശേഷം ഇവിടേക്ക് എത്തും. അദ്ദേഹം പ്രതികരിക്കും. ഏത് തരത്തിലുള്ള സഹായമാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതെന്ന കാര്യമൊക്കെ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് അറിയാനും കഴിയും. ഏതായാലും രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഇവിടേക്ക് എത്തുകയാണ് ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ. കേരളം ഞെട്ടലോടെ കണ്ട വിഷയത്തിൽ അവരുടെ ദുഃഖം അറിയിക്കാൻ എത്തുകയാണ്. ഗവർണർ ഇവിടേക്ക്, നമുക്കറിയാം ഗവർണറുടെ സന്ദർശനം കുറച്ചുകൂടി പ്രാധാന്യമുണ്ട്. കാരണം അദ്ദേഹം സർവകലാശാലകളുടെ ചാൻസലറാണ്. ആ സർക്കാരുമായി നിരവധി വിഷയങ്ങൾ ഗവർണർ അഭിപ്രായ വ്യത്യാസമുണ്ട്. സ്വാഭാവികമായും ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ സന്ദർശനം വളരെ പ്രധാനപ്പെട്ടതാണ്. 11:45 അദ്ദേഹം ഇവിടെ എത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. 11:45 ഗവർണർ അവിടേക്ക് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അരുൺ സൂചിപ്പിച്ചതുപോലെ ഗവർണർ മറ്റ് മന്ത്രിമാർ ഇടപെടുന്നതിനപ്പുറം ഗവർണർ ചാൻസലർ എന്ന സ്ഥാനത്ത് നിന്നും ഈ വിഷയത്തിൽ ഇടപെടുമ്പോൾ അതിന് പ്രസക്തി ഏറെയുണ്ട്. കാരണം ഗവർണറുടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനങ്ങളോ ഇടപെടലോ വേഗത്തിൽ ഇക്കാര്യത്തിൽ ഉണ്ടാകുമോ എന്നതും പ്രസക്തമാണ്. കാരണം സംസ്ഥാനത്ത് ഈ രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനകളെ ക്യാമ്പസുകളിൽ നിന്നും നിരോധിക്കണമെന്ന ആവശ്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയാവുമ്പോൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത്തരം ചില ഇടപെടലുകളിലേക്കൊക്കെ ഗവർണർ കടക്കുമോ എന്ന പ്രസക്തമായ ഒരു കാര്യം കൂടിയുണ്ട്. എന്നാലും പ്രമുഖരടക്കമുള്ളവർ അവിടെ ആ പ്രദേശത്ത് ആ വീട്ടിൽ സന്ദർശനം നടത്തുകയാണ്. കെ സി വേണുഗോപാൽ, AICC ജനറൽ സെക്രട്ടറി, അദ്ദേഹം മാധ്യമങ്ങൾ ഓക്കെ. അങ്ങേയറ്റം ഹൃദയഭേദകമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് സിദ്ധാർത്ഥിന്റെ അമ്മയെയും അച്ഛനെയും കാണാൻ കഴിയുന്നത്. ഏറെ പ്രതീക്ഷയോടെ ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് മകനെ ഉന്നത പഠനത്തിനയച്ച ഒരു കുടുംബത്തിനേറ്റ ദാരുണമായിട്ടുള്ള വിധി സാഹചര്യം, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉത്തരേന്ത്യയിലൊക്കെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കൂട്ട ആക്രമണങ്ങൾ. നമ്മൾ അഭിമാനം കൊള്ളാറുണ്ട് കേരളം ഇത്തരം കൾച്ചറുകൾക്കൊക്കെ അപവാദമാണെന്ന്. പക്ഷെ ആൾക്കൂട്ട ആക്രമണത്തിന്റെ ഏറ്റവും വലിയ ഇരയായിട്ടാണ് സിദ്ധാർത്ഥിന്റെ കൊലപാതകം, ഞാൻ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു, സിദ്ധാർത്ഥിന്റെ കൊലപാതകം നടന്നിരിക്കുന്നത്. എല്ലാ സാഹചര്യങ്ങളും നോക്കിയാലും ഇതൊരു ക്ലിയർ കട്ട് കൊലപാതകമാണ്. 3 ദിവസക്കാലം വെള്ളം പോലും കൊടുക്കാതെ ഒരു ചെറുപ്പക്കാരനെ ഇലക്ട്രിക് ബാനറ്റ് കൊണ്ടും വടികൊണ്ടും ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ഭീകരമായി ആക്രമിക്കുക. അവസാനം ആത്മഹത്യ ചെയ്ത നിലയിൽ അവനെ കാണപ്പെടുക. ഇത് ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്? അപ്പൊ അച്ഛനോട് ഞാൻ സംസാരിച്ചപ്പോൾ അച്ഛൻ പറയുന്ന വ്യക്തമായിട്ടുള്ള കാര്യം, SFIയിൽ ചേരാൻ വേണ്ടിയിട്ടുള്ള നിർബന്ധമുണ്ടായിരുന്നു ആദ്യം മുതലേ. അത് ചേർന്നില്ല എന്നുള്ള കാരണത്തിലാണ്. അതുപോലെ സിദ്ധാർത്ഥ് ആ കോളേജിലെ തന്നെ ഏറ്റവും മിടുക്കനായ കുട്ടിയായിട്ട് വളർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥത, അത് അവരുടെ വിദ്യാർത്ഥി വിഭാഗത്തിന്റെ ഭാഗമാക്കാൻ അവർക്ക് പറ്റുന്നുള്ള അസ്വസ്ഥത, ഇതാണ് ഇത്രയും പൈശാചികമായിട്ടുള്ള കൊലപാതകത്തിലേക്ക് വഴിതെളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം. നമ്മുടെ കോളേജ് ഹോസ്റ്റലുകളിൽ എന്താണ് സംഭവിക്കുന്നത്? എന്താണ് കോളേജ് ഹോസ്റ്റലിലെ ഡീൻമാരും ഉത്തരവാദപ്പെട്ട അധ്യാപകന്മാരുടെയും റോള്? 1998 നമ്മൾ നിയമം മൂലം നിരോധിച്ചതാണ് റാഗിംഗ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് ഞാൻ കേരള നിയമസഭയിലെ അംഗമായിരുന്നു, ആ സബ്ജക്ട് കമ്മിറ്റി അംഗം കൂടിയായിരുന്നു. പിന്നീട് കേന്ദ്ര നിയമവും വന്നു. ഇത് റാഗിംഗ് മാത്രമല്ല, ഇത് ക്ലിയർ ആയിട്ട് മനഃപൂർവ്വമായി ആൾക്കൂട്ടം ഏറ്റവും ഭാവിയിലേക്ക് കരുത്തു പിടിച്ചു പോകുന്ന ഒരു ചെറുപ്പക്കാരനെ കൊന്നു തീർക്കുക എന്നുള്ളതായിരുന്നു. ഇതിപ്പം നമ്മുടെ ഹോസ്റ്റലുകളൊക്കെ തന്നെ പാർട്ടി ഗ്രാമങ്ങളെ പോലെയായി മാറിയിരിക്കുകയാണ്. വെറും പാർട്ടി ഗ്രാമങ്ങളെ. മുടക്കോഴി മലയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, TP ചന്ദ്രശേഖരൻ വധക്കേസിൽ വന്നവർക്ക് ആരും പിടിക്കപ്പെടാതെ നിൽക്കുന്ന. അപ്പൊ ഈ കേരളത്തിലെ കോളേജ് ഹോസ്റ്റലുകൾ, ഇത്തരം ക്യാമ്പുകൾ, കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ, ആൾക്കൂട്ടാക്രമണത്തിന്റെ വേദികൾ. അപ്പൊ ഇവിടുത്തെ ഡീൻമാർ, യൂണിവേഴ്സിറ്റി ഉദ്യോഗസ്ഥന്മാർ അവരെന്താണ് ചെയ്യുന്നത്?
ഇതിനകത്ത് അധ്യാപക സമൂഹവും കൂടെ പ്രതിക്കൂട്ടിലാണ് പൂർണ്ണമായിട്ടും. ഇത് എനിക്ക് ചോദിക്കാൻ എന്തുകൊണ്ടാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ? SFI ഒരു ക്രിമിനൽ സംഘമായി വളർന്നു വരാനുള്ള സാഹചര്യം ആരാണ് ഒരുക്കി കൊടുത്തത്? അത് മറ്റാരുമല്ല, സാക്ഷാൽ ശ്രീ പിണറായി വിജയൻ തന്നെയാണ് SFIയെ ക്രിമിനൽ സംഘമാക്കി വളർത്തി തന്റെ അഴിമതിയും തന്റെ രാഷ്ട്രീയ ജീർണതയും ഗവൺമെന്റിന്റെ ചീത്തപ്പേരും മറച്ചുപിടിക്കാനും ഡൈവേർട്ട് ചെയ്യാനും വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അക്രമകാരികൾക്കും ക്രിമിനലുകൾക്കും ജീവൻരക്ഷാ പരിവേഷം നൽകി, ജീവൻരക്ഷാ പ്രവർത്തകരുടെ പരിവേഷം നൽകി അക്രമം നടത്തി വന്നാൽ അവരെ മാലയിട്ട് സ്വീകരിച്ച് അവർക്ക് എല്ലാവിധമായിട്ടുള്ള സൌകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലിയർ ഡയറക്ഷൻ കൊടുക്കുന്ന മുഖ്യമന്ത്രിയും CPM-ഉം സിദ്ധാർത്ഥന്റെ കൊലപാതകമടക്കമുള്ള കാര്യങ്ങളിൽ പ്രതിപ്പട്ടികയിൽ തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം. നിങ്ങൾ ആലോചിക്കേണ്ടത് എത്രയോ അമ്മമാരുടെ കരച്ചിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. ഇപ്പോ കോളേജുകളിലേക്ക് അമ്മമാർ കുട്ടികളെ അയച്ചാൽ, വിദ്യാർത്ഥികളെ അയച്ചാൽ അവർ ജീവനോടെ തിരിച്ചു വരുമെന്നുള്ളതിന് വ്യക്തമായൊരു ചിത്രവുമില്ല. ഈ ഒറ്റപ്പെട്ട സംഭവമല്ല. ഈ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിലടക്കം നടക്കുന്ന കാര്യം നമുക്കറിയാം. ഈ കോളേജുകളൊക്കെ തന്നെ ഒരുപാട് ക്രിമിനൽ സംഘങ്ങളുടെ താവളങ്ങളാക്കി മാറ്റി ആ താവളങ്ങളിൽ വെച്ചുകൊണ്ട് തങ്ങളുടെ കൂടെ നിൽക്കാത്ത ആളുകളെയൊക്കെ തന്നെ പീഡിപ്പിക്കുക, ആക്രമിക്കുക, കൊല്ലുക. ഇതെല്ലാം ഒരു ക്രിമിനൽ സംഘം ചെയ്യുമ്പോൾ ആ ക്രിമിനൽ സംഘങ്ങൾക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കാൻ അവർ എന്തു ചെയ്താലും അവർക്ക് സംരക്ഷണം ഉണ്ടാകുമെന്നുള്ള സന്ദേശം ദിനംപ്രതി നൽകാൻ, ഏത് കൊല നടത്തി വന്നാലും കൊല നടത്തിയവർക്ക് രക്ഷയുണ്ടാകുമെന്നുള്ള സന്ദേശം കൃത്യമായി കൊടുക്കാൻ ബദ്ധശ്രദ്ധനായിട്ടൊരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത്തരം സംഭവങ്ങൾക്ക് നിദാനമായിട്ടുള്ളത്. നമ്മൾ ലജ്ജിക്കുകയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഓർത്ത് ലജ്ജിക്കുകയാണ്. SFI എന്ന് പറഞ്ഞ ആ വിദ്യാർത്ഥി സംഘടനയെക്കുറിച്ച് ലജ്ജിക്കുകയാണ്. ഇതാണോ? എത്ര നല്ലൊരു ചെറുപ്പക്കാരൻ ഭാവിയിലേക്ക് വേണം. ഈ ഗ്രാമത്തിന്റെ തന്നെ ഒരു പൊതുവായിട്ടുള്ള അംഗീകാരം പിടിച്ചു പറ്റിയ ചെറുപ്പക്കാരൻ ഇത്ര കുരുന്നിലെ അവനെ അരിഞ്ഞു വീഴ്ത്താൻ എന്ത് തെറ്റാണ് ആ കുട്ടി ചെയ്തത്? എവിടെയാണ് ഈ കൊലപാതകികൾ വിചാരണ ചെയ്യപ്പെടുക? ഇതിനകത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത്, കേരള സമൂഹം ഒറ്റക്കെട്ടായിട്ട് സിദ്ധാർത്ഥന്റെ നീതിക്ക് വേണ്ടി ഉറപ്പാക്കും. ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനെങ്കിലും എനിക്ക് അധ്യാപക സമൂഹത്തോടാണ് വീണ്ടും പറയാനുള്ളത്. അധ്യാപക സമൂഹം എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നൊന്നുമില്ല. പലർക്കും പറയാനുള്ള ഭയമുണ്ടായിരിക്കും. പക്ഷെ നിർഭയമായി തുറന്നു പറയണം. ഇത്തരം നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് തുറന്നു പറയാനുള്ള ആർജവം അധ്യാപകർ കാണിക്കുന്നില്ലെങ്കിൽ, നടപടിയെടുക്കാൻ അധ്യാപകരും ഡീനും തയ്യാറാവുന്നില്ലെങ്കിൽ പിന്നെ അവരെങ്ങനെ അധ്യാപകരെന്ന് വിളിക്കും? മാർക്സിസ്റ്റ് പാർട്ടിയുടെ ക്രിമിനൽ കൂട്ടങ്ങളുടെ ഭിക്ഷ യാചിച്ചു നിൽക്കേണ്ട ഗതികേടിലാണോ കേരള സമൂഹത്തിന്റെ ജനാധിപത്യ സ്വാതന്ത്ര്യം? ഇതിനവർ ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിന് ശക്തമായിട്ടുള്ള രീതിയിൽ സിദ്ധാർത്ഥന്റെ ഈ കുടുംബത്തിന് നീതി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ഏതറ്റം വരെയും പോകാൻ കോൺഗ്രസ് പാർട്ടി പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ള കാര്യവും കൂടി ഞാൻ അറിയിക്കുകയാണ്. വേണുഗോപാലിന്റെ വാക്കുകളാണ് കേട്ടത്. എന്തായാലും കൃത്യമായി ഈ വിഷയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ഉന്നയിക്കാൻ കോൺഗ്രസും തയ്യാറെടുക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കിലുള്ളത്. ഇത്തരം സംഭവത്തിന് ഉത്തരവാദി എന്തായാലും മുഖ്യമന്ത്രിയാണ് എന്ന് തന്നെയാണ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത്. ഇതിനിടയിൽ വീണ്ടും ഈ സംഭവത്തിൽ ഒരു പ്രതി കൂടി കസ്റ്റഡിയിൽ ഉണ്ടായിട്ടുണ്ട്. ജിൻസ് തോട്ടുകര നമുക്കൊപ്പം ചേരുന്നു. ജിൻസ്, എന്താണ് സംഭവം? നിലവിൽ സിദ്ധാർത്ഥന്റെ മരണത്തിൽ 8 പേരെയാണ് പിടികൂടാനുള്ളത്. കേസിൽ 18 പ്രതികളിൽ 6 പേരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിൽ 2 പേർ ഇന്നലെ കീഴടങ്ങിയിരുന്നു. കൂടാതെയാണ് ഇന്നലെ ഒരാളെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 2ാം വർഷ വിദ്യാർത്ഥിയും തിരുവനന്തപുരം വർക്കല സ്വദേശിയുമായ ആസിഫ് ഖാനിയാണ് വർക്കലയിലെ വീട്ടിൽ നിന്നും ഈ അന്വേഷണ സംഘം പിടികൂടിയത്. എന്തായാലും നിലവിൽ ഇനി പിടികൂടാനുള്ളത് 8 പേരെയും കൂടെ ഇനി പിടികൂടാനുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നിലവിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ അരങ്ങേറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ആദ്യം ഈ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്ന് ആരോപിച്ചുകൊണ്ട്
കുടുംബവും അതുപോലെ തന്നെ ബന്ധുക്കളും രംഗത്ത് വരുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. എന്തായാലും നിലവിൽ ഈ അന്വേഷണ സംഘത്തെ അടക്കം ഊർജിതമാക്കിക്കൊണ്ടാണ് നിലവിൽ ഈ കേസ് പുരോഗമിക്കുന്നത്. ഈ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ അന്വേഷണ സംഘത്തിൽ 24 പേരടങ്ങുന്ന ഒരു ടീം രൂപീകരിച്ചിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവി ടി നാരായണന്റെ മേൽനോട്ടത്തിലാണ് ഈ ടീം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കൽപ്പറ്റ ഡിവൈഎസ്പി ടി സജീവനാണ് അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ. എന്തായാലും നിലവിൽ 24 പേരടങ്ങുന്ന അന്വേഷണ സംഘം വിപുലീകരിച്ചുകൊണ്ടാണ് ഈ കേസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. ദിവസേന കേസിലെ പുരോഗതി വിലയിരുത്തി DGPക്ക് റിപ്പോർട്ട് നൽകാനും ഈ അന്വേഷണ സംഘത്തോട് അറിയിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് സർക്കാരിലേക്കും റിപ്പോർട്ട് നൽകണമെന്നുമുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ മുഴുവൻ കേസിലും കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളികളായിട്ടുള്ള എല്ലാവരെയും അറസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യമാണ് നിലവിൽ പറഞ്ഞിട്ടുള്ളത്. അതേസമയം തന്നെ 10 പേരുടെ അറസ്റ്റ് ഇന്ന് ഉച്ചയോടുകൂടെ പൂർത്തിയാകും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ബാക്കി 10 പേരെ ഒരാഴ്ചക്കുള്ളിൽ അറസ്റ്റ് ചെയ്യുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഒരു മാസത്തിനുള്ളിൽ ഈ കുറ്റപത്രം സമർപ്പിക്കും എന്നുള്ള കാര്യവും അന്വേഷണ ഉദ്യോഗസ്ഥൻ അറിയിച്ചിട്ടുണ്ട്. ശരി, ഒരാഴ്ചക്കുള്ളിൽ എല്ലാ പ്രതികളെയും പിടികൂടും, ഇതാണ് പോലീസിന്റെ ഉറപ്പ്. പ്രത്യേക അന്വേഷണ സംഘം നിലവിൽ വന്നതോടുകൂടി വേഗത്തിൽ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും. അറസ്റ്റ് ഉൾപ്പെടെ വേഗത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും സിദ്ധാർത്ഥിന്റെ മരണം കേരളത്തെ ഞെട്ടിക്കുകയാണ്. കേരളം ആ മരണം ചർച്ച ചെയ്യുകയാണ്. കുടുംബത്തിന് ആശ്വാസം പകരാൻ നിരവധി പ്രമുഖർ ആ വീട്ടിലേക്ക് എത്തുന്നു. ഒപ്പം അന്വേഷണവും നടക്കുന്നു. ഇവിടെ ചോദ്യമുയരുന്നത് നിരവധി ഘട്ടങ്ങളിലാണ്. നമ്മുടെ വിദ്യാർത്ഥി സംഘടനകളുടെ ജാഗ്രത കുറവാണോ ഇത്? ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി സംഘടനകൾക്ക് നിരോധനം ഏർപ്പെടുത്തണമെന്ന ചർച്ചയ്ക്ക് നിന്നു കൊടുക്കേണ്ടതുണ്ടോ? സർക്കാർ സംവിധാനങ്ങളിൽ പിഴവ് പറ്റുന്നുണ്ടോ? നമ്മൾ ഇനിയും ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം. Okay then.